ഹായ് മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കാം. ശ്രദ്ധിക്കൂ. ഈ ചോദ്യം വന്നിട്ടുള്ളത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് അല്ലെ. പ്രോബബിലിറ്റി ആണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ വിത്ത് റീപ്ലേസ്മെന്റ്, അതായത് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. From a lot containing 10 defective and 19 non-defective bulbs. അതായത് ഇവിടെ ഒരു ലോട്ടിൽ നമുക്കറിയാം ഇവിടെ 10 ഡിഫക്റ്റീവ് ബൾബുകളുണ്ട്. അതോടൊപ്പം തന്നെ 90 നോൺ ഡിഫക്റ്റീവ് ബൾബുകളുണ്ട്. ടോട്ടൽ 100 ബൾബ്സ് ആണ്. ഇതിൽ നിന്ന് അവർ 8 ബൾബ്സ് ആർ സെലക്ടഡ് 1 by 1 വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു ഒരു ബൾബ് എടുത്തു. ആ ബൾബ് എടുത്തതിന് ശേഷം അത് തിരിച്ചു വെച്ചിട്ടാണ് ഞാൻ വീണ്ടും അടുത്ത ബൾബ് എടുക്കുന്നത്. അത് വീണ്ടും റീപ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും അടുത്ത ബൾബ് എടുക്കുന്നത്. അപ്പോൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്തിട്ടാണ് വീണ്ടും എടുക്കുക. അപ്പൊ അതിനാണ് നമ്മൾ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ ഇവിടെ 8 ബൾബുകളാണ് സെലക്ട് ചെയ്യുന്നത്. 8 ബൾബ്സ് ആർ സെലക്ടഡ് 1 by 1 വിത്ത് റീപ്ലേസ്മെന്റ്. Then the probability of getting at least 7 defective bulbs. At least 7. അത് ശ്രദ്ധിക്കണം. At least 7 എന്ന് പറയുമ്പോൾ, probability of at least 7 എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് probability of at least 7 ഡിഫക്റ്റീവ് ബൾബാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 7 ഡിഫക്റ്റീവ് പ്ലസ് 1 നോൺ ഡിഫക്റ്റീവ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ്, ഞാൻ ഒന്നും കൂടി എഴുതാമത് ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് മാറ്റി, പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 7 ബൾബ്സ്, 7 ഡിഫക്റ്റീവ് ബൾബ്സ്. 7 ഡിഫക്റ്റീവ് ബൾബ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 7 ഡിഫക്റ്റീവ് 1 നോൺ ഡിഫക്റ്റീവ്, ഓർ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് 8 ഡിഫക്റ്റീവ് ബൾബ്സ് ആണ്. അപ്പൊ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഡിഫക്റ്റീവ് ബൾബ്സ് ഒരു നോൺ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് എത്ര? 2, 4, 6, 7, പിന്നൊരു നോൺ ഡിഫക്റ്റീവ്. കാരണം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന ബൾബ് ആദ്യം എടുത്ത 6 എണ്ണവും ഡിഫക്റ്റീവ് ആകാം, 7 എണ്ണവും ഡിഫക്റ്റീവ് ആവാം, ലാസ്റ്റ് എടുക്കുന്നത് നോൺ ഡിഫക്റ്റീവ് ആവാം. അല്ലെങ്കിൽ ആദ്യത്തെ 6 എണ്ണം ഡിഫക്റ്റീവ് ആവാം, 7ാമത്തെ നോൺ ഡിഫക്റ്റീവ് ആകാം, 8ാമത്തെ ഡിഫക്റ്റീവ് ആവാം. അങ്ങനെ പല കേസസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് കിട്ടാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ 7 ഡിഫക്റ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫക്റ്റീവിൻ്റെ 10 by 100 ആണ്. അത് 7 ടൈംസ് ഉണ്ട്. ഇൻറ്റു അടുത്ത ഒരു നോൺ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് 90 by 100 ആണ്. ഓക്കെ, ഇത് ഇത്രയും എത്ര ടൈംസ് നമുക്ക് പറ്റും? ഇത് ഇങ്ങനെ പറ്റും, ഇത് ഇതേപോലെ പറ്റും, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ്, അതല്ലെങ്കിൽ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ്. കണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? ഈ നോൺ ഡിഫക്റ്റീവ് ഇപ്പുറത്ത് വരാം അല്ലെ, 8 എണ്ണം, 8 പ്രാവശ്യം ഉണ്ടാവാം. ഇത് ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അപ്പൊ 8 പ്ലേസസിൽ ആ നോൺ ഡിഫക്റ്റീവിന് വരാൻ സാധിക്കും. അപ്പൊ ഇത് 8 ടൈംസ് ഉണ്ട്. അല്ലെങ്കിൽ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8 ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ 8 എണ്ണവും ഡിഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആയ 10 ഡിഫക്റ്റീവിന്റെ പ്രോബബിലിറ്റി 10 by 100, അത് 8 ടൈംസ് ഉണ്ടാവും. That is equal to, ഇത് 0 ക്യാൻസൽ ചെയ്താൽ 1 by 10 raised to 7 into 9 by 10 into 8 plus 1 by 10 raised to 8 ആണ്. അതായത് 10 raised to 8 അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ നമുക്കിവിടെ കിട്ടുന്നത് 72 plus 1. The answer is equal to 73 by 10 raised to 8 എന്ന് ആൻസർ ആയിട്ട് വരും. 73 by 10 raised to 8. ഓക്കെ.